ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്ട്രിങ്ങിന്റെ റിവേഴ്സ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അപ്പം അത് ഞാൻ റിവേഴ്സ് ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ ആക്കി ഇവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ആദ്യം മെയിൻ പ്രോഗ്രാം പറയാം. ആദ്യം എൻ്റർ എ സ്ട്രിങ് നമ്മുടെ ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ റീഡ് ചെയ്യുന്നു. അപ്പോൾ എസ് എന്ന് പറയുന്നതിനകത്ത് നമ്മുടെ ഫുൾ സ്ട്രിങ് എസിനകത്തുണ്ട്. ഇവിടെ ഞാൻ റിവേഴ്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എസ് എന്ന് പറയുന്ന സ്ട്രിങ് ആയിരിക്കും അങ്ങോട്ട് പാസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫംഗ്ഷൻ നോക്കാം. ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്ന ഡെഫ്, ഫംഗ്ഷന്റെ പേര് റിവേഴ്സ്. അപ്പം നമ്മുടെ ഈ എസ് ആണ് ഇവിടെ എസ് ടി ആറിന് കറസ്പോണ്ടിങ് ഇവിടെ വരുന്നത്. കോളൻ ഇട്ടു. ഈ ആർ എന്ന് പറയുന്ന ഇത് ഒരു എം ടി സ്ട്രിങ് ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. ഇപ്പൊ ആറിൽ ഒന്നുമില്ല, എം ടി ആണ്. ഇനി ഇൻഡെക്സ് എന്താക്കി വാങ്ങിച്ചു? ലെങ്ത് ഓഫ് സ്ട്രിങ് -1 ആക്കി. കാരണം എന്താന്ന് വെച്ചാല് ഇപ്പൊ ഉദാഹരണമായിട്ട് ഹലോയുടെ ലെങ്ത് നമ്മൾ എടുക്കുവാണെങ്കിൽ 5 വരും. പക്ഷെ നമ്മൾ അതിന്റെ ഇൻഡെക്സിൽ നോക്കുവാണെങ്കിൽ 0, 1, 2, 3, 4 അവസാനത്തെ ക്യാരക്ടർ 4th ലൊക്കേഷനിലാണ് വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ലാസ്റ്റ് ക്യാരക്ടർ വേണമല്ലോ എനിക്ക് റിവേഴ്സിൽ ഫസ്റ്റ് എടുക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലെങ്ത് ഓഫ് സ്ട്രിങ് -1 എടുത്തത്. ഇനി ഞാൻ എന്ത് ചെയ്തു? ഒരു വൈൽ ലൂപ്പിൽ ഇപ്പോൾ ഉള്ള ഇൻഡെക്സ് വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണല്ലോ, കണ്ടീഷൻ ട്രൂ ആണല്ലോ. ഇവിടെ കയറിയിട്ട് r is equal to r plus. ഇവിടെ r പ്ലസ് ഉപയോഗിച്ചുള്ള സ്ട്രിങ് അപ്പൻഡ് ആണ്. ദാറ്റ് ഈസ് സ്ട്രിങ് കോൺകാറ്റിനേഷൻ അല്ലെ സ്ട്രിങ് ജോയിനിങ് എന്ന് പറയും. അപ്പം ഞാൻ എം ടി സ്ട്രിങ് ആറിലോട്ട് ഞാൻ എസ് ടി ആർ ഓഫ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ എസ് ടി ആർ ഓഫ് ലാസ്റ്റ് ക്യാരക്ടർ ഇതിനകത്തോട്ട് വന്നു. ഓക്കെ, എന്നിട്ട് ഇൻഡെക്സ് ഇനി ഒന്ന് കുറച്ചു. ഇൻഡെക്സ് -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു ഇൻഡെക്സ് -1 ചെയ്തു. വീണ്ടും ഈ ലൂപ്പിലോട്ട് വന്നു. ഇപ്പോഴും ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ എന്ന് നോക്കി. ആണ് എങ്കിൽ അടുത്ത ക്യാരക്ടർ ഈ റിവേഴ്സ് സ്ട്രിങ്ങിലോട്ട് അപ്പൻഡ് ചെയ്തു. പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. വീണ്ടും ഇൻഡെക്സ് കുറച്ചു. അങ്ങനെ ഇൻഡെക്സ് 0 ആവുന്നിടം വരെ ചെയ്യും. 0 കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെക്സിന്റെ വാല്യൂ -1 ആവുമ്പം ഈ വൈൽ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങും. അപ്പൊ ആറിലായിരിക്കും നമ്മുടെ റിവേഴ്സ് സ്ട്രിങ് ഉണ്ടാവുക. ഇനി നമ്മൾ ഈ വൈൽ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് റിട്ടേൺ ചെയ്യും 6. ആ റിട്ടേൺ വാല്യൂ ആയിരിക്കും ഈ റിവ് എന്ന് പറയുന്ന ഈ ഇവിടെ സ്റ്റോർ ആവുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റിവേഴ്സ് ഓഫ് ദി സ്ട്രിങ് പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ പ്രോഗ്രാം.